ഉള്ളിലുള്ള ഇൻസെക്ട്സിനെ കഴിച്ചിട്ട് അങ്ങനെയാണ് ഈ ലൈബ്രറി പ്രൊട്ടക്റ്റഡ് ആയിരുന്നെന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നത്. അപ്പോൾ ഇതാണ് പാസ്റ്റൽ ഡേ നാട്ട. അപ്പം നമ്മൾ നേരെ ഇനി പോർട്ടോയിലോട്ട് പോവാണ്. അപ്പം നമ്മൾ പോർട്ടോയിൽ നമ്മളെ വീടാണ്. വീടെന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല, കാരണം ഇതൊരു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പോർച്ചുഗലിലാണ്, റൊണാൾഡോയുടെ സ്വന്തം പോർച്ചുഗലിൽ. ഞാനൊരു ടീഷർട്ടൊക്കെ വാങ്ങിച്ചു. അപ്പോൾ നമ്മളിന്ന് പോർട്ടോ നഗരം കാണാൻ പോവുകയാണ്. പോർച്ചുഗലിലെ വളരെ പ്രശസ്തമായ പോർട്ടോ നഗരം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കോയംബ്രയിലെ സ്റ്റേയിലായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ വെക്കേറ്റ് ചെയ്തിട്ട് കോയംബ്രയുടെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പോർട്ടോ നഗരത്തിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കോയംബ്ര സ്റ്റേ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. ഇതുകൊണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി സ്ട്രീറ്റ് പെർഫോമൻസ് ആണ് കേട്ടോ. കുറച്ച് സ്റ്റുഡൻസ് ആണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന്. നമ്മുടെ സ്റ്റേ ശരിക്കും സിറ്റി സെൻറ്ററിലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകുന്നുള്ള ദൂരേ ഉള്ളൂ. അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കേട്ടോ. ഇതുണ്ടോ, തലയൊക്കെ ഇടിക്കും. ചത്ത് എന്തൊരു സ്റ്റെപ്പാണിത്, എന്നാ പറഞ്ഞ എങ്ങനെയുണ്ട് സ്റ്റെപ്സ്? ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ കിടിലം വ്യൂ ആണ് കേട്ടോ. ആ നദിയുടെ വ്യൂവും അതുപോലെ പാലങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കോയംബ്ര എന്ന് പറയുന്ന പട്ടണത്തിലാണ്. കോയംബ്രയിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി. നമ്മുടെ പുറകിൽ കാണാം, ഇതൊരു പാലസാണ്. പാലസിനെ യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റിയതാണ്. അതുപോലെ ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ പണ്ട് പാലസിൻ്റെ ഭാഗമായിരുന്ന എല്ലാം യൂണിവേഴ്സിറ്റി ആയിട്ട് മാറ്റുകയാണ് ഉണ്ടായത്. നമ്മുടെ ഈ ഒരു സ്ഥലം നോക്കുകയാണെങ്കിൽ ഇവിടെ ജുവാവോ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട്. ആ രാജാവ് ഈ ഒരു പാലസിനെ യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുകയാണ് ഉണ്ടായത് പിൽക്കാലത്ത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത് ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട്, നമുക്ക് ലൈബ്രറി കാണാം. ലൈബ്രറി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ്, അതുപോലെ വളരെ പ്രത്യേക കളക്ഷൻസൊക്കെ ഉള്ള ഒരു ലൈബ്രറിയാണ്. നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ലൈബ്രറിയുടെ ടിക്കറ്റ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈബ്രറിയിലോട്ടുള്ള ടിക്കറ്റ് എടുത്തു. ഒരു ടിക്കറ്റിന് ഏകദേശം 16 യൂറോയാണ്. പക്ഷേ ടൈം സ്ലോട്ടുണ്ട്, അതായത് രാവിലെ ഒരു ടൈമുണ്ട്, അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കടന്നിരിക്കുന്നു. നമ്മൾ ഈ കാണുന്ന ജോണിയ ലൈബ്രറി യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലൈബ്രറി എന്നാണ് പറയുന്നത്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈബ്രറിയും കൂടിയാണ്. 1717 ഈ ഒരു ലൈബ്രറി ശരിക്കും ഇവിടെ നിർമ്മിച്ചത്. അതുപോലെ ഇതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ ശൈലി ബരോക്ക് ശൈലിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം പുസ്തകങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ സംരക്ഷിച്ചിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നവർ എന്തായാലും തീർച്ചയായിട്ടും കാണേണ്ട ഒരു സംഭവമാണ്. ഉള്ളിൽ ക്യാമറ മൊത്തമായിട്ട് നമുക്ക് കടത്തില്ല, അപ്പം നമുക്ക് കാണാനേ കഴിയുള്ളൂ. പക്ഷേ ഈ ലൈബ്രറിക്കുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 70,000 ബുക്സാണ്, ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ബുക്സാണുള്ളത്. വളരെ റെയർ കളക്ഷൻസ് എന്നാണ് പറയുന്നത്. മെഡിസിൻ, എൻജിനീയറിങ്, അങ്ങനെ പല മേഖലയിലുള്ള ബുക്സ് ഉള്ളിലുണ്ട്. 100-400 കൊല്ലം പഴക്കമുള്ള ബുക്സൊക്കെയാണിത്. ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു വാതിലിൻ്റെ ഇടയിൽ ചെറിയൊരു വിടവുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെ ബാറ്റ്സ് കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻസെക്ട്സിനെ കഴിച്ചിട്ട് അങ്ങനെയാണ് ഈ ലൈബ്രറി പ്രൊട്ടക്റ്റഡ് ആയിരുന്നെന്നാണ് ഇവിടുത്തെ ഗൈഡ് പറഞ്ഞു തന്നത്. അപ്പോൾ ഈ ബാറ്റ്സ് വരുന്നത്, വവ്വാൽ വരുന്നത് ദൂരെ നിന്ന് ഇവിടെ അടുത്തുള്ള ചെറിയൊരു ഫോറസ്റ്റിൽ നിന്ന് വന്നിട്ട് രാത്രിയാകുമ്പോൾ വന്ന് ഉള്ളിൽ വന്ന് ഇൻസെക്ട്സ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ് പറയുന്നത്. അപ്പം ഇത്രയും കൊല്ലം ഈ ബുക്ക് ഇരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇതെന്നാണ് നമുക്ക് മനസ്സിലായത്. ഓക്കെ ഗൈസ്, നോക്കൂ, ഇവിടെ ഒരു 1 സ്ക്വയറാണ് കേട്ടോ. ശരിക്കും ഇവിടെ വന്ന് ഈ ഒരു പോയിന്റിൽ വന്നാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ കാഴ്ചകളും ഇവിടെ കാണാൻ പറ്റും, കാരണം എല്ലാം ഒരു സ്ഥലത്ത് തന്നെയുണ്ട്. ഇവിടെ ലൈബ്രറി മാത്രമല്ല ഉള്ളത്, അതുപോലെ ഇവിടെ പാലസ് ഉണ്ട്, അതുപോലെ സയൻസ് മ്യൂസിയം ഉണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഈ ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ശരിക്കും 1290
ഫോം ചെയ്തതാണ് ഈ യൂണിവേഴ്സിറ്റി. യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നാണ് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് കോയംബ്ര. അപ്പോൾ ഇവിടെ ഇന്ന് തന്നെ ധാരാളം ഗ്രാജുവേഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. റോഡിലൊക്കെ നിൽക്കുമ്പോൾ കുറേയധികം കുട്ടികളൊക്കെ ഗ്രാജുവേഷൻ സെറിമണീസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇവിടെ നോക്കുകയാണെങ്കിൽ ഏതോ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ധാരാളം ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. നമ്മളിനി അടുത്ത് പോകുന്നത് റോയൽ പാലസിലോട്ടാണ്. ഓക്കെ, റോയൽ പാലസിൻ്റെ ഉള്ളിലാണിപ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ധാരാളം കുട്ടികൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന്. ഇവിടം ശരിക്കും 10-ാം നൂറ്റാണ്ടിൽ ഇതൊരു കോട്ടയായിരുന്നു. പിന്നീട് ഇത് പോർച്ചുഗലിൻ്റെ ആദ്യത്തെ രാജാവായ അഫൻസോ ഹെൻറിക്കിൻ്റെ ഒരു റെസിഡൻസായി മാറുകയാണ് ഉണ്ടായത്. നമ്മളീ കാണുന്നതാണ് ഗ്രേറ്റ് ഹാൾ. അപ്പോൾ ഈ പാലസിലെ ശരിക്കും രാജാവ് ത്രോൺസ് റൂമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു വലിയൊരു ഹാളാണിത്. നമ്മൾ കണ്ടിട്ടില്ലേ, രാജാവ് നടുക്കിരിക്കുന്നതും അതുപോലെ ചുറ്റും ഭടന്മാരൊക്കെ ഇരിക്കുന്ന ആ ഒരു ഹാളാണ് കേട്ടോ ഇത്. ഇതാണ് അഫൻസോ ഹെൻറിക് രാജാവിൻ്റെ തലയുടെ ഒരു മോഡൽ. ഇവിടെ റൂഫിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമാണ്. പണ്ടത്തെ ശൈലിയിലെ കൊത്തുപണികളൊക്കെ ഉള്ള ഒരു പഴയ ശൈലിയിലുള്ള ഒരു റൂഫിംഗ് നമുക്ക് കാണാം. അപ്പോൾ ഈ പാലസിൽ ഇപ്പം സ്റ്റുഡൻസിൻ്റെ കുറേ ഇവൻറ്റ്സൊക്കെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലായത്. പോയിട്ട് ഇവിടെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതാണ് ഇവിടെയൊന്നും അത്ര നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നാത്തത്. അപ്പം നമുക്ക് പുറത്തോട്ട് പോകാനുള്ള വഴിയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് പുറത്തേക്ക് പോകണം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് കോയംബ്രയിൽ അഡ്മിഷൻ എടുക്കാൻ വന്നതല്ല, നമ്മളൊരു ചായ കുടിക്കാൻ കയറിയതാണ്. യൂണിവേഴ്സിറ്റി ക്യാൻറ്റീനിലാണ് കയറിയത്. ക്യാൻറ്റീനിൽ വളരെ ചീപ്പായിട്ട് തന്നെ നമുക്ക് ഒരു കോഫിയും അതുപോലെ സ്നാക്സൊക്കെ വാങ്ങിക്കാൻ പറ്റി. അപ്പോൾ ശരിക്കും ഇവിടെ ടൂറിസ്റ്റുകൾക്കും ഈ ഒരു ക്യാൻറ്റീൻ യൂസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സംഭവങ്ങളും ഇപ്പോഴും പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് പാലസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ചാപ്പലുണ്ട്, ഒരു ചർച്ച്, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ശരിക്കും ഈ ഒരു ചർച്ച് ഇവിടുത്തെ ഒരു പാലസ് ഉണ്ടാക്കിയ ആ ഒരു ടൈമിൽ തന്നെ നിർമ്മിച്ചതാണ് എന്നാണ് നമുക്ക് മനസ്സിലായത്. മാനുവൽ എന്ന രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച ഒരു ചർച്ചാണിത്. ഓക്കെ, നമ്മളങ്ങനെ ചർച്ചിൻ്റെ ഉള്ളിൽ കടന്നിരിക്കുന്നു. ഇതുണ്ടോ, വളരെ മനോഹരമായ അൾത്താരൊക്കെയാണ്. നല്ല വലിപ്പമുണ്ട് കേട്ടോ കാണാൻ. മുകളിലെ ചിത്രപ്പണികളൊക്കെ കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. കണ്ടോ, നമുക്കധികം സൗണ്ട് എടുക്കാൻ പറ്റില്ല. ഇവിടെ ശരിക്കും സ്റ്റുഡൻസിനും അതുപോലെ ടീച്ചേഴ്സും ടൂറിസ്റ്റുകളും എല്ലാം വരുന്നൊരു ചർച്ചാണ് കേട്ടോ ഇത്. അടുത്ത് നമ്മൾ പോകുന്നത് അക്കാഡമിക് മ്യൂസിയമാണ്. ശരിക്കും ഇതൊരു സയൻസ് മ്യൂസിയമാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, ഇവിടെ നിന്ന് നടന്നു പോകുന്നുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മളങ്ങനെ ആ ഒരു മ്യൂസിയത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ പഴയ കാലത്തെ കിച്ചണൊക്കെ കണ്ടോ, പഴയ ടി വി ഒക്കെ വെച്ചിട്ടുണ്ട്. പഴയ ടൈപ്പ് കിച്ചണാണ്, പോർച്ചുഗൽ ടൈപ്പ് കിച്ചണൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഴയ ഒരു ടൈപ്പ് റൈറ്റർ കണ്ടോ, ഇതൊക്കെ പഴയ സാധനങ്ങളാണ്. ഓക്കെ, ഇവിടെ ഒരു ഡൈനോസറിൻ്റെ അസ്ഥികൂടമാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള കുട്ടികൾക്കുള്ള സയൻസ് എക്സ്പീരിമെൻസ് ആണ് ഈ ഒരു മ്യൂസിയത്തിലുള്ളത്. ഓക്കെ, ഈ കാണുന്ന ഒരു ക്യാൻറ്റീനാണ്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. നമ്മൾ നല്ല നാടൻ ഭക്ഷണം ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കുകയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കോയംബ്രയുടെ ക്യാൻറ്റീനിൽ നിന്ന് നാടൻ ഭക്ഷണമാണ്. ഭയങ്കര റേറ്റ് കുറവാണ്. നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് പോയാൽ ഇങ്ങനെയൊന്നും ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. അൺലിമിറ്റഡ് ഫുഡാണ്, അൺലിമിറ്റഡ്. കിടിലം സംഭവം. ഇന്നലെ നമ്മളൊരു 10 ഇരട്ടി കൊടുത്തിട്ടാണ് ഇതേ സാധനം നമ്മൾ കഴിച്ചത്. അത് ടൂറിസ്റ്റ് പ്ലേസിൽ നിന്ന്. ഇതിപ്പോൾ ഒരു ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കണമുണ്ട്. അത്രയൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചിട്ടിരിക്കുകയാണ്. ക്യാൻറ്റീനിൽ ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഭയങ്കര ചീപ്പാണ് കേട്ടോ. അതായത് 2.5 യൂറോ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും, ID കാർഡ് ഉണ്ടെങ്കിൽ. പക്ഷേ പുറത്തുനിന്ന് വരികയാണെങ്കിൽ 6 യൂറോയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഏകദേശം 600 രൂപയുണ്ടെങ്കിൽ നല്ല കിടിലം ഒരു ഫുഡ് കഴിക്കാം. ബുഫയാണ്, എല്ലാം മീറ്റുണ്ട്, അതുപോലെ റൈസ്, സൂപ്പ്, അതുപോലെ ഡെസേർട്ട് എല്ലാം ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതുപോലെ വെള്ളം, ജ്യൂസൊക്കെ എത്ര ചോദിച്ചാലും കിട്ടും. പോയിട്ട് വൈന് വേണമെങ്കിൽ വൈന് കുടിക്കാം. സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇവിടെ ഫുഡ് കിട്ടുന്നത്. അതും സാധാരണ ഫുഡല്ല, അത് കിടിലം വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്റ്റുഡൻസിന് ഏത് കോളേജിൽ പോയാലും നല്ല ചീപ്പായിട്ട് ആഹാരം കഴിക്കാൻ പറ്റും. വെള്ളമൊക്കെ ഫ്രീ ആണ്, ജ്യൂസ് വരെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇത്രയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
നമ്മളിപ്പോൾ ഇതേ ഫുഡ് നമ്മൾ വേറൊരു ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണെങ്കിൽ ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു 25 യൂറോയ്ക്ക് മുകളിൽ വരും. പക്ഷേ ഇവിടെ അത്രയൊന്നും ആയിട്ടില്ല, വെറും 6-7 യൂറോ ആയിട്ടുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ കോയംബ്രയിൽ നിന്ന് നേരെ പോർട്ടോയിലോട്ട് പോവുകയാണ്. ഏകദേശം ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം ഉണ്ട്, 130 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇനി പോർട്ടോയിലോട്ട് പോവുകയാണ്. അതിൻ്റെ ടിക്കറ്റ് എടുത്തു, ടോൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നേരെ നമ്മൾ ഇപ്പോൾ കോയംബ്രയിൽ നിന്ന് നമ്മൾ നേരെ ഇനി പോണ പോർട്ടോയിലോട്ടാണ്. പോർട്ടോയിലോട്ട് ഏകദേശം 1 മണിക്കൂറുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഹൈവേ വഴി പോർട്ടോ എന്ന് പറയുന്ന സിറ്റിയിലോട്ട് കയറാൻ പോവുകയാണ്. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പം നമ്മൾ പോർട്ടോ എത്തിയിരിക്കുകയാണ്. കാർഡ് ഇട്ടത് തിരിഞ്ഞു പോയി, അത് കാരണം സംഭവം തുറന്നില്ല. പക്ഷെ ഇപ്പം പിന്നെ അവരെ ഇൻഫർമേഷനിൽ വിളിച്ചപ്പോൾ അവർ കാർഡ് തിരിച്ചിടാൻ പറഞ്ഞു. അങ്ങനെ കാർഡ് തിരിച്ചിട്ടു, പൈസ കൊടുത്തു, നമ്മൾ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഈ കാണുന്നതാണ് ഡൗറോ നദി. ഈ ഡൗറോ നദിയെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് നമ്മൾ ഈ കാണുന്ന ലൂയിസ് ഡോം പാലം എന്ന് പറയുന്നത്. ഒരു സംഭവമാണല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ഈവനിങ്ങിലൊക്കെ ഇവിടെ വരുമ്പോൾ നമ്മൾ പാരീസിലെ ഈഫൽ ടവറിലൊക്കെ വരുന്ന ആ ഒരു ഫീലിംഗ് ആണ്. ഇതൊരു ഡബിൾ ഡക്കർ ബ്രിഡ്ജാണ്. മുകളിൽ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്, താഴെ കൂടെ കാറും പോകുന്നുണ്ട്. ഇതിൻ്റെ പണി നടന്നത് 1800-കളിലാണ്. 172 മീറ്ററാണ് ഇതിൻ്റെ നീളം വരുന്നത്. ഒരു സൈഡിൽ പോർട്ടോയും മറുകര എന്ന് പറയുന്നത് വിലനോവ എന്ന് പറയുന്ന 2 കരകളെ ചേർക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ കാണുന്ന വളരെ മനോഹരമായ ഡോം ലൂയിസ് ബ്രിഡ്ജ്. ഓക്കെ, എനിക്ക് ഇവിടുത്തെ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ എനിക്ക് ശരിക്കും പാരീസിലൂടെ നടക്കും പോലെ തോന്നുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളാണ്, നല്ല മെലോഡിയസ് ആയിട്ടുള്ള നമുക്ക് മ്യൂസിക്കൊക്കെ കേൾക്കാം. ഓക്കെ, ഇവിടെ ഒരു വൻ സംഭവം കേട്ടോ. ഇവിടെ എന്തോ ഒരു വലിയ ഫെസ്റ്റ് നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ള് ഒരു ബാൻഡ് വന്നിട്ട് ഭയങ്കര കിടിലം മ്യൂസിക്കാണ് കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പം നമ്മൾ നേരെ ബ്രിഡ്ജിൽ നിന്നും ഹിൽ ടോപ്പിലോട്ടാണ് നടന്നത്. അപ്പോൾ ഈ ഹിൽ ടോപ്പിൽ ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലെത്തി, വിലനോവ സൈഡിലാണ് എത്തിയത് കേട്ടോ ഇപ്പോൾ. ഓക്കെ, നദിയുടെ മറു സൈഡിൽ നമ്മൾ കാണുന്നത് റിബൈറ ഡിസ്ട്രിക്റ്റ് ആണ്. ഇത് കണ്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആണ്, കാണാൻ എന്ത് രസമല്ലേ, ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓക്കെ, പോർട്ടോയിൽ നമ്മുടെ വീട് എങ്ങനെയുണ്ടോയെന്ന് കാണിച്ചു തരാം. വീട്ടിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തു. കാറ് പാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് തന്നെയാണ് വീടും. ഓക്കെ, ഇത് വേസ്റ്റ് ഇടുന്ന സംഭവമാണ് കേട്ടോ. ഗ്രീനിലാണെങ്കിൽ ഗ്ലാസ് ഐറ്റംസ്, യെല്ലോ ആണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഒക്കെ ഇടാം, ബ്ലാക്കിൽ നമുക്ക് എന്ത് വേണോ ഇടാം. നമുക്ക് നേരെ മുന്നോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാറ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വീട്. പുറത്തൊന്നും കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ട് ഗാലറി പോലെ എന്തോ ആയിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പല ആർട്ട് ക്രിയേഷൻസൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീടിനുള്ളിലോട്ട് പോകാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ ഇന്നലെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിരുന്നു, അപ്പോൾ ലൈറ്റിൻ്റെ പ്രശ്നം വരും. അപ്പം നമ്മൾ പോർട്ടോയിലെ നമ്മളെ വീടാണ്. വീടെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു കട പോലെയാണ്. അതായത് ഒരു ആർട്ട് ഗാലറി ആയിരുന്നു. ആർട്ട് ഗാലറിയെ കടയാക്കി മാറ്റിയതാണ്. പക്ഷെ വീടിൻ്റെ ഉള്ളിൽ ശരിക്കും ഒന്ന് നടന്ന് നോക്കിയപ്പോൾ മനസ്സിലായത് ഓരോ സാധനങ്ങളും വ്യത്യസ്തമായ സാധനങ്ങളാണ്, വ്യത്യസ്തമായ ആർട്ട് വർക്കാണ്. വളരെ നല്ലൊരു ക്രിയേറ്റിവിറ്റിയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. ശരിക്കും എനിക്ക് തോന്നുന്നു ഇത് അധികം ചിലവില്ലാത്തതുകൊണ്ട് അവർ ഇതിനെ ഒരു വീടാക്കി മാറ്റി ഇത് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ കാണിച്ചു തരാം.
ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ബെഡ്റൂം കേട്ടോ. ഒരു ഡബിൾ ബെഡുണ്ട്. അതുപോലെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ചെറിയ വാർഡ്രോബ്, ഓപ്പൺ വാർഡ്രോബാണ്. അതുപോലെ ചിത്രങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് കണ്ടോ, ഒരു കോട്ടാണ് കേട്ടോ തൂക്കിയിട്ടേക്കുന്നത്. ഇവിടെയാണ് കിഡ്സ് ഒരാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതെല്ലാം വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. ഇത് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് മോഡേൺ ആർട്ടാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു ഷെൽഫ്. ഇവിടെയാണ് കേട്ടോ കിച്ചൺ വരുന്നത്. അപ്പോൾ കിച്ചൺ ഒരു ചെറിയൊരു കിച്ചണാണ്. ഇവിടെ അത്യാവശ്യം ഒരു ഓവനുണ്ട്, പിന്നെ നമുക്ക് ഒരു മൈക്രോവേവ് ഓവനുണ്ട്. താഴെ നോക്കാം, ഇത് കുറച്ച് പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇതൊക്കെ വേസ്റ്റ് ഇടുന്നതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറച്ച് കട്ട്ലറീസൊക്കെ വെച്ചിട്ടുണ്ട്, സ്പൂണ്, പിന്നെ പ്ലേറ്റ്സ്, കപ്സ് എല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഇവിടെയും കപ്പാണ്. പിന്നെ ഇവിടെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ഫ്രിഡ്ജാണ് കേട്ടോ, ചെറിയ ഫ്രിഡ്ജ്. ഒരു സാധനവും പൊതുവേ കാണാറില്ല. ഇതിവിടെ കോഫിയൊക്കെ ഇട്ട് കുടിക്കാനായിട്ടുള്ള കോഫി മെഷീനും അതിൻ്റെ പൊടിയും എല്ലാം ഉണ്ട്. ഇതെന്താണ് സംഭവം? കട്ടിംഗ് പാഡ് പോലെയൊക്കെ ഉണ്ടല്ലോ. ഇതും ഒരു ക്രിയേറ്റിവിറ്റി ആണല്ലോ, കണ്ടിട്ട് കൊള്ളാം കേട്ടോ, അടിപൊളി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് നോക്കാം. കൊള്ളാം. സ്ലീപ്പിംഗ് ഡോഗ്, നല്ലൊരു ചിത്രമാണ്. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല അതെന്താണെന്ന്. പിന്നെ ഇവിടെ എല്ലാം ക്രിയേറ്റിവിറ്റിയാണ്. ഒരു നമുക്ക് സാധാരണ നോർമൽ ചിന്തിക്കാത്ത രീതിയിലുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ഫുള്ള് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് ബാത്റൂം എങ്ങനെയുണ്ടെന്ന് കാണാം. ഓക്കെ, തുറന്നു നോക്കാം. കൊള്ളാം, ചെറിയൊരു ബാത്റൂം കേട്ടോ. അത്യാവശ്യം മിനിമം സൗകര്യങ്ങളൊക്കെ ഉള്ളൂ. ടവൽസ് എല്ലാം ഉണ്ട്, അത് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഒരു മിറർ, അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഷവറിങ് ഏരിയ. നമുക്കിത്രയും മതിയല്ലോ, ഒരു ദിവസത്തേക്ക് ഇത്രയും തന്നെ ധാരാളമാണ്. അപ്പം അത്യാവശ്യം ചെറിയൊരു ബാത്റൂമാണ്. ഇത് കണ്ടോ, ചെറിയൊരു വാഷ് ബേസ് കേട്ടോ. ടേബിൾ തന്നെ കണ്ടോ, ചെറുതാ. അപ്പം നമ്മൾ ട്രഡീഷണൽ പോർച്ചുഗീസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മളൊരു ബേക്കറിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ബേക്കറിയുടെ ഉള്ളിൽ വന്നു. ഇത് കണ്ടോ, ഒരു കോഫി മേക്കറുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇരിക്കാൻ സ്ഥലമുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ ഓർഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് പാസ്റ്റൽ ഡേ നാട്ട. പോർച്ചുഗലിൽ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് കഴിക്കേണ്ട ഒരു സാധനമാണിത്, പാസ്റ്റൽ ഡേ നാട്ട. ഈ ഒരു ഐറ്റം നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകതരം സാൻഡ്വിച്ചാണ്. കുറച്ച് മീറ്റും അതുപോലെ ചീസും ഒക്കെ വെച്ച ഒരു സാൻഡ്വിച്ചാണിത്. ഇത് അത്യാവശ്യം മധുരമുള്ളൊരു ക്രോസൻ്റാണ്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം വന്നു. കോഫി, ക്രോസൻ്റ്, പാസ്ത ഡേ നാറ്റ, അതുപോലെ ഒരു സാൻഡ്വിച്ച് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഓരോന്ന് നോക്കിയിട്ട് പറയാം. ഓക്കെ, അപ്പം നമ്മളിത് ട്രൈ ചെയ്യാൻ പോവാണ്. ക്ലാസ് സാധനം. നമ്മൾ ബജിയൊക്കെ കഴിക്കൂലേ, അത് തന്നെ. പിന്നെ ഉള്ളിൽ മീറ്റ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നു. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാം ശരിക്കും നമ്മുടെ ഈ ബേക്കറിയുടെ ഓണർ പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തപ്പം കളക്ട് ചെയ്ത സുവനീർസാണ് കേട്ടോ. കണ്ടോ, ഇതെങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ. അങ്ങനെ നമുക്കൊരു ബേക്കറി ഇങ്ങനെയും ഒരു തീമിൽ സെറ്റ് ചെയ്യാം എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.